ലൈറ്റ് സ്ട്രോക്ക് ഇഫക്റ്റ്. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്തു. ടെസ്റ്റ് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെസ്റ്റ്. ഇതിൽ ഞാൻ ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി സ്ട്രോക്ക് ആഡ് ആക്കി. പെയിന്റ് സ്റ്റൈൽ ഓൺ ട്രാൻസ്പാരന്റ്. എൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ചേഞ്ച് ടു 0. ഞാനൊരു 4 സെക്കൻഡിൽ പോയി എൻ കീ ഫ്രെയിം 100 ആക്കി. ചെക്ക് ഓൾ മാസ്ക്, അൺചെക്ക് സ്ട്രോക്ക് സീക്വൻഷ്യലി. ന്യൂസ് വേൾഡ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് ലെൻസ് ഫ്ലെയർ എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ലെൻസ് ഫ്ലെയർ ആഡ് ആക്കി. ബ്ലെൻഡ് മോഡ് സ്ക്രീൻ, ഫ്ലെയർ ബ്രൈറ്റ്നസ് 30, ലെൻസ് ടൈപ്പ് 105 mm. എ ഔട്ട്ലൈൻസ് ലെയർ സെലക്ട് ചെയ്ത് ഇതിന്റെ മാസ്ക് ഓപ്പൺ ആക്കി. ബൈ പ്രസിംഗ് എം ഓൺ കീബോർഡ് എ ലെറ്റർ മാസ്ക് പാത്ത് കോപ്പി ചെയ്തു. എന്നിട്ട് ലെൻസ് ഫ്ലെയറിൽ പോയി അണ്ടർ എഫക്ട്സ് ലെൻസ് ഫ്ലെയർ ഫ്ലെയർ സെന്റർ സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. പ്ലേ ഹെഡ് അറ്റ് ദ ബിഗിനിൽ ആയിരിക്കണം. എ ഔട്ട്ലൈൻസ് ലെയറിലെ എൻ കീ ഫ്രെയിം അറ്റ് 4 സെക്കൻഡ് ആണ്. സോ ലെൻസ് ഫ്ലെയർ ഈ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്ത് ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് 4 സെക്കൻഡിൽ പ്ലേസ് ചെയ്ത് വെച്ചു. ഇതുപോലെ ലെൻസ് ഫ്ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ ഈ കീ ഫ്രെയിംസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. എ ഔട്ട്ലൈൻസ് ലെയറിൽ പോയി മാസ്ക് ഓപ്പൺ ആക്കി. നെക്സ്റ്റ് ലെറ്ററിന്റെ മാസ്ക് പാത്ത് കോപ്പി ചെയ്തു. പ്ലേ ഹെഡ് അറ്റ് ദ ബിഗിനിൽ കൊണ്ട് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെൻസ് ഫ്ലെയറിന്റെ ഫ്ലെയർ സെന്ററിൽ പേസ്റ്റ് ചെയ്തു. ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് ഈ കീ ഫ്രെയിംസ് 4 സെക്കൻഡിൽ പ്ലേസ് ചെയ്ത് വെച്ചു. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് ലെൻസ് ഫ്ലെയറിന്റെ കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്തു. പ്ലേ ഹെഡ് അറ്റ് ദ ബിഗിനിങ് നെക്സ്റ്റ് ലെറ്റർ മാസ്ക് പാത്ത് കോപ്പി ചെയ്ത് ഫ്ലെയർ സെന്ററിൽ പേസ്റ്റ് ചെയ്തു. ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് 4 സെക്കൻഡിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് സിമ്പിൾ ടെസ്റ്റ് റിവീൽ ആനിമേഷൻ. ടെസ്റ്റ് ആഡ് ചെയ്തു. അണ്ടർ ടെസ്റ്റ് ലെയർ ആനിമേറ്റ് ഇനേബിൾ പെർ ക്യാരക്ടർ 3D, ആനിമേറ്റ് സ്കെയിൽ, ആനിമേറ്റ് ഒപ്പാസിറ്റി, animator 1 add property rotation, x rotation -90, y rotation 50, opacity 0 and raise selector 1 offset keyframe set ചെയ്യുക. at the beginning of the timeline change to -100, go 2 second change to 100. Under advanced change shape to ramp up, ease high 100, ease low 100. വീഡിയോ ഇൻസൈഡ് ടെസ്റ്റ് ആനിമേഷൻ. ഫസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആഡ് ആക്കി. ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്തു, 10 ആക്കി. ടെസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഞാൻ ഫസ്റ്റ് വീഡിയോ ആഡ് ആക്കി. എന്നിട്ട് സ്കെയിൽ ആൻഡ് പൊസിഷൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഈ വീഡിയോ ഞാൻ ടെസ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോന്റെ മിഡിലിൽ പ്ലേസ് ചെയ്തു. സെക്കൻഡ് വീഡിയോ ആഡ് ആക്കി, മിഡിലിൽ പ്ലേസ് ചെയ്തു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ബോത്ത് വീഡിയോ സെലക്ട് ചെയ്ത് പ്രീ കോം ചെയ്തു. റീനെയിം ചെയ്ത് വീഡിയോ ഒന്ന് കൊടുത്തു. വീഡിയോ കോംബ് ട്രാക്ക് മാച്ച് ചേഞ്ച് ചെയ്ത് ടെസ്റ്റ് ലെയർ ഒന്ന് കൊടുത്തു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ ഒപ്പാസിറ്റി സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. ഇനി സപ്പോസ് ടെസ്റ്റിന്റെ അകത്തിൽ കാണുന്ന വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോംബ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, വീഡിയോസ് അഡ്ജസ്റ്റ് ചെയ്യുക. സിനിമാറ്റിക് ടൈറ്റിൽ ആനിമേഷൻ. ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്തു. അണ്ടർ ടെസ്റ്റ് ലെയർ ആനിമേറ്റ് പൊസിഷൻ, ആനിമേറ്റർ 1 ആഡ് പ്രോപ്പർട്ടി ഇനേബിൾ പെർ ക്യാരക്ടർ 3D. പൊസിഷനിലെ സി പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് -2800 ആക്കി. അണ്ടർ റേഞ്ച് സെലക്ടർ 1 ഓഫ്സെറ്റ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ഞാൻ 3 സെക്കൻഡിൽ പോയി ഓഫ്സെറ്റ് കീ ഫ്രെയിം 100 ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. അണ്ടർ അഡ്വാൻസ്ഡ് ഷേപ്പ് റാമ്പ് അപ്പ്, ഈസ് ലോ 100. ആനിമേറ്റർ 1 ആഡ് പ്രോപ്പർട്ടി ബ്ലർ സെലക്ട് ചെയ്യുക. Blur 10, randomize order on, random seed 20, play head at the beginning കൊണ്ട് വെച്ചിട്ട് offset -100 ആക്കി. add background video, opacity slightly decrease ചെയ്തു. next step wiggle test animation. ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്തു. effects and presets പോയി turbulent displays ആഡ് ആക്കി. amount 18, size 20. ആൻഡ് റെവല്യൂഷൻ ഓപ്ഷൻസ് ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് റാൻഡം സീരിയൽ കാണുന്ന സ്റ്റോപ്പ് വാച്ച് ഒക്കെ സെലക്ട് ചെയ്തു. ടൈം മൾട്ടിപ്ലൈ 6 എന്ന എക്സ്പ്രഷൻ ആഡ് ആക്കി. വോബ്ലി ടെസ്റ്റ് ആനിമേഷൻ. ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്തു. കളർ യെല്ലോ. ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് പോയി CC ഗ്ലാസ് ആഡ് ആക്കി. അതുപോലെ ടർബുലന്റ് ഡിസ്പ്ലേസും ആഡ് ആക്കി. എവല്യൂഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ 4 സെക്കൻഡിൽ പോയി എവല്യൂഷൻ ചേഞ്ച് ചെയ്ത് 3 ടൈംസ് എന്ന് കൊടുത്തു. amount 30, CC light sweep ആഡ് ആക്കി. CC light sweep ടർബുലന്റ് ഡിസ്പ്ലേസിലെ ടോപ്പിൽ പ്ലേസ് ചെയ്തു.
Center keyframe set ചെയ്തു at the beginning of the timeline. Central anchor point place ചെയ്ത് ലെഫ്റ്റിലോട്ട് ഇട്ടു ഇതുപോലെ. 4 സെക്കൻഡിൽ പോയി ഈ ആങ്കർ പോയിന്റ് റൈറ്റിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഫ്ലിക്കർ ടെസ്റ്റ് ആനിമേഷൻ. ടെസ്റ്റ് ആഡ് ആക്കി under test layer animate opacity സെലക്ട് ചെയ്യുക. opacity 0. under range selector 1 start keyframe set ചെയ്യുക at the beginning of the timeline. 3 സെക്കൻഡിൽ പോയി start keyframe 100 ആക്കി. under advanced randomize order on random seed keyframe set ചെയ്യുക at the beginning of the timeline. 3 സെക്കൻഡിൽ പോയി random seed 30 ആക്കി. smoothness 0. ഇനി ടെസ്റ്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബോട്ടം ടെസ്റ്റ് ലെയർ ഹൈഡ് ചെയ്തു. ക്യാരക്ടറിൽ പോയി ഞാൻ ഈ ആരോ പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഔട്ട്ലൈൻ വിത്ത് ഇൻക്രീസ് ആക്കാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ 3 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർ ടെസ്റ്റ് ലെയർ ടെസ്റ്റ് ആനിമേറ്റർ 1 റേഞ്ച് സെലക്ടർ 1 ഓഫ്സെറ്റ് 30. ഒപ്പാസിറ്റി ഓപ്പൺ ആക്കി. എന്നിട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ഒപ്പാസിറ്റി 0 ആക്കി. 10 ഫ്രെയിംസിൽ പോയി ഒപ്പാസിറ്റി 100 ആക്കി. both keyframes സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ടോഗിൾ ഹോൾ keyframes. ഇനി ഞാൻ ബോട്ടം ടെസ്റ്റ് ലെയർ ഓൺ ആക്കി. ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഗ്ലോ ആഡ് ആക്കി. ടോപ്പ് ടെസ്റ്റ് ലെയറിൽ ഗ്ലോ റേഡിയസ് 40. ഗ്ലിച്ച് ടെസ്റ്റ് ഇഫക്റ്റ്. ടെസ്റ്റ് ആഡ് ചെയ്തു. പ്രീകോം ചെയ്ത് ടെസ്റ്റ് എന്ന് കൊടുത്തു. ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ഇഫക്ട്സ് എന്ന് കൊടുത്തു. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ഗ്രേഡിയന്റ് റാമ്പ് ആഡ് ആക്കി. പോസ്റ്ററൈസ് ആഡ് ആക്കി. ലെവൽ 10. മെയിൻ കോമ്പിൽ പോയി ഇഫക്ട്സ് കോംബ് ഞാൻ ടൈം ലൈനിൽ പ്ലേസ് ചെയ്തു. അറ്റ് ബോട്ടം ഇഫക്ട്സ് കോംബ് ഹൈഡ് ചെയ്തു. ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് ആഡ് ആക്കി. ടെസ്റ്റ് കോമ്പിൽ ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് ലെയർ ഇഫക്ട്സ് കോംബ് maximum horizontal displacement 0, maximum vertical displacement keyframe set ചെയ്തു at the beginning of the timeline. change to -1950. 1 സെക്കൻഡിൽ പോയി ഞാൻ ചേഞ്ച് ചെയ്ത് 0 ആക്കി. easy is both keyframes. ഓപ്പൺ ഗ്രാഫ് എഡിറ്റർ സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. directional blur ആഡ് ആക്കി. ടെസ്റ്റ് കോമ്പിൽ keyframe സെറ്റ് ചെയ്തു. blur length at the beginning of the timeline 50 ഫ്രെയിംസിൽ പോയി keyframe 100 ആക്കി. 1 സെക്കൻഡിൽ പോയി keyframe 0 ആക്കി. സെലക്ട് ബോത്ത് കോം പ്രീ കോം റീനെയിം ചെയ്തു. റെഡ് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ഇഫക്ട്സ് ആൻഡ് പ്രീസെസ് പോയി ഷിഫ്റ്റ് ചാനൽസ് ആഡ് ആക്കി. ടേക്ക് ഗ്രീൻ ആൻഡ് ബ്ലൂ ഫ്രം ഫുൾ ഓഫ്. റെഡ് കോം ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ഗ്രീൻ എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ടേക്ക് ബ്ലൂ ആൻഡ് റെഡ് ഫ്രം ഫുൾ ഓഫ്. ടേക്ക് ഗ്രീൻ ഫ്രം ഗ്രീൻ. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കോം ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ബ്ലൂ എന്ന് കൊടുത്തു. ടേക്ക് റെഡ് ആൻഡ് ഗ്രീൻ ഫ്രം ഫുൾ ഓഫ്. ടേക്ക് ബ്ലൂ ഫ്രം ബ്ലൂ. ഇനി ബ്ലൂ ആൻഡ് ഗ്രീൻ കോം ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് സ്ക്രീൻ ആക്കി. അതിന്റെ ഗ്രീൻ കോം 5 ഫ്രെയിംസ് മുന്നോട്ട് പോയി പ്ലേസ് ചെയ്തു. അതുപോലെ ബ്ലൂ കോം 10 ഫ്രെയിംസ് മുന്നോട്ട് പോയി പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രിബിൾ ടെസ്റ്റ് ആനിമേഷൻ. ടെസ്റ്റ് ആഡ് ചെയ്ത് ടെസ്റ്റ് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെസ്റ്റ് സെലക്ട് ചെയ്തു. റീനെയിം ചെയ്ത് സ്ട്രോക്ക് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ സ്ട്രോക്ക് ആഡ് ആക്കി. പെയിന്റ് സ്റ്റൈൽ ഓൺ ട്രാൻസ്പാരന്റ്. ചെക്ക് ഓൾ മാസ്ക്. എൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു at the beginning of the timeline. ചേഞ്ച് ടു 0. ഞാൻ 3 സെക്കൻഡ്സിൽ പോയി എൻ കീ ഫ്രെയിം 100 ആക്കി. ഇനി ഞാൻ ടെസ്റ്റ് ലെയർ സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെസ്റ്റ്. ഈ ലെയർ ഞാൻ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതിൽ ഞാൻ സ്ക്രിബിൾ ആഡ് ആക്കി. സ്ക്രിബിൾ ഓൾ മാസ്ക്. ആംഗിൾ -30. എൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു at 1 സെക്കൻഡ്. ചേഞ്ച് ടു 0. 4 സെക്കൻഡിൽ പോയി എൻ കീ ഫ്രെയിം 100 ആക്കി. ഡിജിറ്റൽ ടൈപ്പ്റൈറ്റർ ടെസ്റ്റ് ഇഫക്റ്റ്. ഈ ഫോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ടെസ്റ്റ് ലെയർ ആനിമേറ്റ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. റേഞ്ച് സെലക്ടർ 1 സ്റ്റാർട്ട് കീ ഫ്രെയിം സെറ്റ് ചെയ്യുക at the beginning of the timeline. 3 സെക്കൻഡിൽ പോയി സ്റ്റാർട്ട് കീ ഫ്രെയിം 100 ആക്കുക. അണ്ടർ അഡ്വാൻസ്ഡ് സ്മൂത്ത്നെസ് 0. ടെസ്റ്റ് കളർ ചേഞ്ച് ചെയ്ത് ഗ്രീൻ ആക്കി.
എന്നിട്ട് ഇഫക്ട്സ് ഓഫ് റീസൻസിൽ പോയി ഗ്ലോ ആഡ് ആക്കി. അതുപോലെ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആഡ് ആക്കി. ട്രാൻസ്ഫർ കംപ്ലീഷൻ 20, ഡിറക്ഷൻ 90, വിഡ്ത്ത് 10. ഈ കാണുന്ന 2 കീ ഫ്രെയിംസും അടുത്ത് പ്ലേസ് ചെയ്താൽ ടൈപ്പ് റൈറ്റർ ടെസ്റ്റ് ആനിമേഷൻ്റെ സ്പീഡ് കൂടും. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പ്ലേസ് ചെയ്താൽ ടൈപ്പ് റൈറ്റർ ടെസ്റ്റ് ആനിമേഷൻ്റെ സ്പീഡ് കുറയും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. താങ്ക് യു.